നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 512th day. Today 6th sloka of first chapter Prathama Skandha. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 512ാം ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 1ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ഋഷയാഊജു ത്വയാ ഖലു പുരാണാനി ചേതിഹാസാനി ചാനക ആഖ്യാതാന്യപ്യദീർഘാനി ധർമ്മശാസ്ത്രാണി അന്യുത. ഓം തത്സത്. ഋഷയാഊജു ത്വയാ ഖലു പുരാണാനി ചേതിഹാസാനി ചാനക ആഖ്യാതാന്യപ്യദീർഘാനി ധർമ്മശാസ്ത്രാണി അന്യുത. ഓം തത്സത്. അവിടെ സൂതൻ ആഗതനായപ്പോൾ അദ്ദേഹത്തെ പൂജിച്ച് ഇരുത്തി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ട് പുരാണം പറഞ്ഞു തരണം എന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. അല്ലയോ അനഘ. അനഘ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവനെ, അകരഹിതനായിട്ടുള്ളവനെയാണ് അനഘൻ എന്ന് പറയുന്നത്. നിനക്ക് ത്വയാ നിന്നാൽ എല്ലാ ഇതിഹാസങ്ങളോടും കൂടിയ പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം പഠിക്കപ്പെട്ടു എന്നതല്ല, എല്ലാം നീ പറഞ്ഞിട്ടും ഉണ്ട് എന്ന് സൂതനോട് ഋഷിമാർ പറയുകയാണ്. അതായത് ശൗനകാദി ഋഷിമാർ അവിടെ സത്രം നടത്തുന്നിടത്തു നിന്നും സൂതനാഗതനായപ്പോൾ അദ്ദേഹത്തെ സൽക്കരിച്ചതിന് ശേഷം പറയുകയാണ്. ഒരുപാട് പേർ പറയുന്നത് കൊണ്ടാണ് ബഹുവചനമായിട്ട് ഊജു അല്ലെങ്കിൽ ഉവാച എന്നാണ് പറയുക. ഋഷയ ഊജു. ഋഷിമാർ പറഞ്ഞു. അവിടുന്ന് പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറയുവാനും കേൾക്കുവാനും അറിയുവാനും അറിവും എല്ലാം ഉള്ള ആളാണ് പാപമില്ലാത്ത ഭഗവാനെ എന്ന് അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്. എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കപ്പെട്ടു എന്നു തന്നെയല്ല, എല്ലാ ശാസ്ത്രങ്ങളും അവിടുന്നാൽ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഋഷയാ ഊജു ത്വയാ ഖലു പുരാണാനി ചേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യദീതാനി ധർമ്മശാസ്ത്രാണി അന്യുത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.